ഹായ് ഹലോ സീനയുടെ അപ്പോൾ നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഒരു സീരീസ് പോലെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ രാവിലെ ഒരു 6:45 ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. ഞാൻ സാധാരണ ബ്ലാക്ക് ടീ കുടിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് ഉള്ളതുകൊണ്ടിട്ട് ഈ ടീ ബാഗ് ഉള്ളതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തെന്ന് മാത്രം. പിന്നെ അതിപ്പോൾ പോയി കുളിച്ചു, ഷാമ്പൂ ഇട്ട് കുളിച്ചിട്ടുണ്ട്. അതാണ് മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടിരിക്കണം. പിന്നെ റെഡിയായി പെട്ടെന്ന് എനിക്ക് 8 മണിക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ കാറ്ററിങ്ങിന് പോകണേണ്. സാറ്റർഡേ സൺഡേ കാറ്ററിങ്ങിന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു. പോക്കറ്റ് മണി ആണെങ്കിലും ചെറിയ ചെറിയ EMI അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലങ്ങോട്ട് തീർന്ന് കിട്ടും. പിന്നെ പല പല സ്ഥലത്ത് പോകണേയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബോറടിക്കുകയൊന്നുമില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഒരു ജോലിക്ക്. പിന്നെ ചില ദിവസങ്ങളിൽ അന്ന് തന്നെ വർക്ക് ചെയ്ത് തന്നെ കാശ് കിട്ടും. ചില ദിവസങ്ങളിൽ കുറച്ച് കഴിഞ്ഞിട്ടേ കാശ് കിട്ടുള്ളൂ. ഞാൻ എന്തായാലും 8 മണിയായപ്പോൾ ഇറങ്ങി. ഏകദേശം ഒരു 8:30 6 ബസ് സ്റ്റോപ്പിലെത്തിയ. അപ്പോഴാണ് എന്നോട് ചേച്ചിമാർ വിളിച്ചിട്ട് പറഞ്ഞത് കിച്ചണിൽ ചെല്ലണ്ട, കാറ്ററിംഗുകാരുടെ കിച്ചണിൽ ചെല്ലണ്ട, ഡയറക്റ്റ് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായിട്ട് അപ്പോൾ പറഞ്ഞ പോലെ ഫുഡ് വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തന്നേ. പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇപ്പോൾ വാരണയാണ് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി. പക്ഷേ എനിക്കത് സന്തോഷം. അപ്പം ഞാൻ വർക്കിന് വന്നു, യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തു, സാധനങ്ങളെല്ലാം കയറ്റി. എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് വീഡിയോയിൽ വരാൻ. അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. അവരുടെ പെർമിഷനോടെ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാനായിട്ട്. വർക്ക് കഴിഞ്ഞപ്പോഴുള്ള ഗോഷ്ടിയാണ്ടത് കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. സാധനങ്ങൾ പിന്നെ എല്ലാം കയറ്റി വിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വർക്ക് ചെയ്ത് കാശ് സമ്പാദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ്. അത് സമ്പാദിക്കാൻ പറ്റട്ടെ, നല്ല ജോലി ചെയ്തിട്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഇത്. വീട്ടിലൊരു കുണ്ടളപ്പുഴുവിന് ചേട്ടൻ പ്രസൻ്റായിട്ട് എനിക്ക് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അമ്മേനിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി, ജോലി കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഫ്രഷായി. സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ ഷവർ ജെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാണത്. മെൻസിന് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞ് പുട്ടും ബീഫ് കറി ഞാൻ അപ്പനും കൂടി ഇരുന്ന് കഴിച്ചിട്ടാണ്. ബാക്കി ആരും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പോയി ബോഡി ലോഷനൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറച്ച് ടൈം എന്താ പറയുക, നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു പഴവും കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കും. അപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് അടുക്കള വരെ പോകാനുള്ളൊരു മടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം കൊണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാത്രി കള്ളന്മാരെ പോലെ പോയിട്ട് തിന്നേണ്ടി വരും. കോൾഡാണ് കേട്ടോ, അതാണ് ശബ്ദത്തിലൊരു വ്യത്യാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചു, പ്ലാനറെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, EMIയുടെ കാര്യങ്ങളും ലോണ് അങ്ങനെ എല്ലാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് നമ്മുടെ മിററിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർമ്മയുണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമായി. കൂട്ടുകാർ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും കളിയും ചിരിയൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. ഇന്ന് എല്ലാം കൊണ്ടൊന്ന് സന്തോഷമായിരുന്നു. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അധികം ഭാരം അങ്ങനെയൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.